ഒരു 8 മണിയോട് കൂടി ജിമ്മൊക്കെ അവസാനിപ്പിച്ച് വീട്ടിലെത്തിട്ടോ. വീട്ടിലെത്തിയപ്പോൾ ആൾ വിഷമത്തിൽ തന്നെയാണ്. വിഷമം അങ്ങനെ പൂർണ്ണമായിട്ടൊന്നും മാറിയിട്ടില്ല. ഇന്നൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ, കുറച്ച് ലെങ്തി വീഡിയോ ആണ്. അത് മാത്രമല്ല കുഞ്ഞൂസിനൊന്ന് ഫ്രീ ആയിട്ട് വിട്ട ദിവസം കൂടി കേട്ടോ. രണ്ടുപേരും ഞാൻ ലോക്ക് ചെയ്തിട്ടില്ല, കുഞ്ഞൂസിന് ഞാൻ ലൂസ് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞൂസ് എന്തൊക്കെ കഴിക്കുന്നോ എന്തൊക്കെ ചെയ്യുന്നോ അതിൻ്റെ കൂടെ തന്നെ ഇവളും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് മാത്രമല്ല നമ്മുടെ മീട്ടുവിൻ്റെ ഫുഡ് കാക്ക കൊത്താനൊന്നും ആളെ സമ്മതിക്കുന്നില്ല കേട്ടോ. മീട്ടുവിൻ്റെ അടുത്തേക്ക് ഒരു കാക്ക വരാൻ പോലും ആളെ സമ്മതിക്കാതെ മീട്ടിനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. അവളെ ഓട്ടം നടത്താൻ കണ്ടാൽ തോന്നും ഇത് എൻ്റെ ജോലിയാണ്, ആരാണ് അവനെ ശല്യപ്പെടുത്താൻ വരുന്നത് എന്നുള്ളൊരു ഭാവത്തിലാണ് ആൾ നടക്കുന്നത് കേട്ടോ. സത്യത്തിൽ മേട്ടവന് ഏറ്റവും വലിയ ശല്യം ഈ കുഞ്ഞൂസ് തന്നെ കേട്ടോ. കുഞ്ഞൂസ് സ്നേഹം കൊണ്ടാണ് അടുത്ത് പോണത്. അപ്പോൾ നമുക്കത് കാണുമ്പോൾ സന്തോഷമാണെങ്കിൽ പോലും ഒരു ചെറിയൊരു പേടി മനസ്സിലുണ്ട്. വേറെ ഒന്നുമല്ല, ഇനി അറിയാതെ അവളിങ്ങനെ കളിച്ച് വരുമ്പോൾ അവൻ്റെ കാലുമ്മിലെങ്ങാനും തട്ടിക്കഴിഞ്ഞാൽ അവൻ കടിക്കുമോ എന്നുള്ളൊരു വേജാറ് നമുക്കുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് ആളുകളുടെ കമൻസ് പറഞ്ഞു ഡോഗ്സ് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ വലിയ ബുദ്ധിമുട്ട് അവർ തമ്മിലുണ്ടാവില്ല എന്നുള്ളത്. ആ ഒരു ധൈര്യത്തിൻ്റെ പുറത്താണ് ഇന്ന് ഇവളെ ഞാനിങ്ങനെ ലൂസ് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ചില സമയത്ത് ഇങ്ങനെ ലൂസ് ചെയ്ത് വിടുമ്പോഴും ഇവളെ കുറുമ്പൊക്കെ കുറച്ച് കൂടുതലായിരിക്കും കേട്ടോ. മേട്ടൻ്റെ കാലിന് വയ്യാത്തതുകൊണ്ട് 2 കണ്ണ് അധിക സമയം ഇവരെ മേലെ തന്നെ വയ്ക്കേണ്ട ഒരു അവസ്ഥയാണ്. അതുമാത്രമല്ല ഇവൾ കാണിക്കുന്ന കുട്ടിക്കുറുമ്പും കുസൃതിയും അങ്ങനെ വെറുതെ തള്ളി വിടാനും വയ്യ. മേട്ട് വെള്ളം കുടിക്കുമ്പോൾ ആ പാത്രത്തിൽ നിന്ന് ഇവൾക്കും വെള്ളം കുടിക്കണം. എന്നിട്ട് ഇവൾ സെപ്പറേറ്റ് വെള്ളം കുടിക്കില്ല, കുടിക്കുന്നവനെ പോയി ശല്യപ്പെടുത്തുകയും ചെയ്യും. ലാസ്റ്റ് ഞാൻ പിടിച്ച ആളെ വലിച്ചിട്ടോ, ആൾ വരുന്നില്ല. അപ്പോൾ പിന്നെയും മേട്ടൻ്റെ അടുത്ത് പോകണം. ഞാൻ ലൂസ് ചെയ്യും തോറും പിന്നെയും മേട്ടൻ്റെ അടുത്ത് പോകണ അവസ്ഥ തന്നെ കേട്ടോ. പറഞ്ഞിട്ടും ചീത്ത പറഞ്ഞിട്ടൊന്നും ആൾ കേൾക്കുന്നില്ല. ലാസ്റ്റ് ഞാനൊരു 1.5 വലിയാണ് വലിച്ചപ്പോഴും ആൾ പിടിച്ച് നിൽക്കുകയാണ്, വരുന്നില്ല. അപ്പോൾ ഞാനൊരു ചീത്ത പറഞ്ഞു. പിന്നെ എനിക്കൊരു വിഷമമായപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് കൊഞ്ചിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ കേട്ടോ. പിന്നെ ആൾ നേരെ കുറച്ച് നേരം കളിക്കുകയാണ്. എൻ്റെ അടുത്താണ് കളിക്കുന്നത് വെച്ചാൽ തിരക്കടില്ല. നേരെ മേട്ടൂൻ്റെ അടുത്തും പോയിട്ട് ആൾ കളിക്കുകയാണ് കേട്ടോ. ഈശ്വര പാവം മേട്ടും. സത്യയ്ക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പറഞ്ഞിട്ടാണെങ്കിൽ ഈ പെണ്ണ് കേൾക്കുന്നില്ല. ലാസ്റ്റ് ഞാൻ 2 കൽപ്പിച്ചിട്ട് ഇവൾക്ക് ചൂരൽ കഷായം തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ 2 ചൂരൽ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചൂരൽ കാണിക്കുമ്പോൾ ആൾക്ക് പേടിയാണ്. അതായിട്ട് വന്നപ്പോൾ ആൾ വേഗം ഈശ്വര ഞാൻ പെട്ടോ എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞത് കേൾക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. എന്ത് നല്ല കുട്ടി. ഓ, ഈ കുഞ്ഞൂസിനെയാണോ ഞാൻ ഈ ചീത്ത പറയണത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ലേ? സത്യം പറയാമല്ല, ഭയങ്കര വൃത്തികെട്ട സാധനമാണ്. ഈ വടി ഇപ്പോൾ ഒരു പേടിയുള്ളതുകൊണ്ട് മാത്രം ഒരു ആശ്വാസം. ഇന്നെ ഒരു പേടിയില്ല ഈ കുട്ടിക്ക്. പക്ഷേ ഈ വടി കുട്ടിക്ക് പേടിയാണ് കേട്ടോ. കുറച്ച് നേരം ചൂരൽ കാട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആൾ കഴിഞ്ഞപ്പോൾ ആളൊന്ന് സ്വസ്ഥം സമാധാനം എന്നുള്ള രീതിയിൽ നിന്നു. ഓൾ ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് മേട്ടിനെ നോക്കിയിട്ട് മേട്ട് ഇപ്പുറത്തുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനമുണ്ട്. പിന്നെ ഇവർ 2 പേരും ഇങ്ങനെ കൊലായിലിരുന്നു. ഇടയ്ക്ക് പിന്നെ കാക്ക വരുമ്പോൾ അവൾ എണീറ്റ് പോകും കേട്ടോ. ഇനി മേട്ടൂന് കാക്ക കുത്തുമോ അല്ലെങ്കിൽ മേട്ടൂൻ്റെ ഭക്ഷണം കാക്ക കഴിക്കുമോ എന്നുള്ളൊരു പേടിയൊക്കെയാണ്. എന്തായാലും അവളെ ഏൽപ്പിച്ചിട്ടുള്ള എന്തോ വലിയൊരു ഉത്തരവാദിത്തമാണ് മേട്ടൂനെ നോക്കുക എന്നുള്ളൊരു ഭാവത്തിലാണ് ആളെന്ന് നടക്കുന്നത് കേട്ടോ. ചൂരൽ കാണിച്ച് പേടിപ്പിച്ച ശേഷം പിന്നെ വല്ലാണ്ട് മേട്ടൂനെ ശല്യപ്പെടുത്താൻ പോകുന്നില്ല. അവൾ വരാത്തതുകൊണ്ട് അവനും സമാധാനമുണ്ട്. അപ്പോൾ അവൻ അങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ ഇവളും ഇപ്പുറത്ത് അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. മേട്ടൂനെ ലൂസ് ചെയ്ത് വിടാത്ത വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. അവൻ ലൂസ് ചെയ്തിരുന്നാൽ കുറച്ച് അപ്പുറത്തൊക്കെ പോയിട്ടിരിക്കും. പിന്നെ നടക്കാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ കാലൊന്നും മാറണ വരെ ആളൊന്ന് ഈ രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്.